ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു പുതിയ വ്ളോഗാണ്. നമ്മൾ ദുബായിൽ തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ ദുബായിലല്ല വന്നിരിക്കുന്നത്. നമ്മളിന്ന് പുതിയ സ്വാമിനാരായൺ ടെമ്പിൾ അബുദാബിയിലുള്ള റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഉദ്ഘാടനം ചെയ്ത അമ്പലത്തിൽ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അമ്മ അച്ഛൻ ഒക്കെ ഉണ്ട്, എല്ലാവരും ഇറങ്ങുന്നു. അമ്മ അച്ഛൻ ചേച്ചി താരദൃശ്യം ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ ഇതാ അമ്പലത്തിലോട്ട് പോവാ. സോ നമുക്ക് അമ്പലവും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡൽഹിയിലുള്ള അക്ഷർധാം ടെമ്പിളിൻ്റെ മോഡലാണ്. എന്തായാലും ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. സോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ജബൽ അലി എന്നാണ്. നമ്മൾ ദുബായിൽ സ്റ്റേ ചെയ്തത് ജബൽ അലിയിലാണ്, അവിടെ ഒരു എയർബിഎൻബിയിൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു 30 മിനിറ്റ്സേ ഡ്രൈവ് ഉള്ളായിരുന്നു. സ്ട്രെയിറ്റ് ഹൈവേ, അബുദാബി ഹൈവേ പിടിച്ചാൽ നമുക്കൊരു 30 മിനിറ്റ്സ്, കറക്റ്റ് ഒരു 30 മിനിറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ പെട്ടെന്ന് എത്തി. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ ബോർഡ് നോക്കി, ഹൈവേന്ന് കൾച്ചറൽ ഡിസ്ട്രിക്ട് ബോർഡ് നോക്കി ജസ്റ്റ് എക്സിറ്റ് ചെയ്ത് എത്തുമ്പോഴത്തേക്ക് ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വരാൻ പറ്റും. ഇതെന്താ ആനിമേറ്റഡ് ബോർഡാണ്. പിന്നെ ഇവിടുത്തെ തീം എന്ന് പറയുന്നത് ലോകാസമസ്ത വസുദേവ കുടുംബകം, അതാണ് തീം. നമ്മളിതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ആക്ച്വലി ഇപ്പം രജിസ്ട്രേഷനോ എൻട്രി ഫീസോ അങ്ങനെ ഒന്നുമില്ല. ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് തോന്നുന്നു രജിസ്റ്റർ ചെയ്യണം ഓൺലൈൻ എന്തോ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ്. അപ്പം നമ്മൾ നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ലോക്കറിൽ വയ്ക്കാൻ പോവാം. സൈഡിൽ തന്നെ ഉണ്ട്, നല്ല കാറ്റുണ്ട്. പിന്നെ ഇന്ന് ശിവരാത്രിയാണ്, അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഷൂസ്, ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണിത്. ഒരുപാട് സ്ഥലമുണ്ട്. ജസ്റ്റ് മന്ദിറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഈ ഷൂ ഒക്കെ വെക്കുന്ന സ്ഥലമുണ്ട്, ഷൂ റാക്സ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഷൂ ഒക്കെ വെച്ച് സേഫായിട്ട് വെച്ചിട്ട് പോവാം.
നമ്മളിപ്പം ജസ്റ്റ് അകത്ത് കയറി തൊഴുതിറങ്ങി. അകത്ത് ഫോട്ടോസ് അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഭയങ്കര ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അകത്ത് ഒരുപാട് കൊത്തുപണികളുണ്ട്, വിഗ്രഹങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക, നല്ല ഭംഗിയുണ്ട്. ഈ അകത്ത് ഈ വൈറ്റ് കാണുന്നില്ല, അപ്പോൾ അകത്ത് ഫുൾ വർക്ക് ഈ വൈറ്റ് കല്ലിൽ ഇങ്ങനെ കൊത്തുപണികൾ അകത്ത് ഫുള്ളായിട്ട് അത് തന്നെ വരിക. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇവിടെ നല്ല തിരക്കുണ്ടെന്ന്, ശിവരാത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്, എല്ലായിടത്തും നല്ല ആളാ, നമുക്ക് കാണാമല്ലോ. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ആ, ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച കൂടെ, പക്ഷെ ഇവിടെ വെള്ളിയാഴ്ച അവധിയല്ലല്ലോ. എന്നാലും ശിവരാത്രി ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് മന്ദിർ, നല്ല ഭംഗിയായിട്ടുണ്ട്. നൈസ്. അപ്പം നമ്മൾ എല്ലാമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പ്രസാദവും കൂടെ വാങ്ങിയിട്ട് ഇറങ്ങും. ഓക്കെ, അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാ. ഇനി അവിടെ ഫ്രണ്ടിൽ ഒരു ക്യൂ ഉണ്ട്, അവിടെയാണ് പ്രസാദം കൊടുക്കുന്നത്. അപ്പം നമ്മൾ വേഗം പ്രസാദത്തിൻ്റെ ക്യൂ നിൽക്കാൻ പോവാ. പിന്നെന്താ, ഞാൻ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ ചിക്കൻ കറി കുർത്തിയാണ് ഇട്ടത്. ദിസ് ഈസ് ഫ്രം മൈ ഫ്രണ്ട്സ് ബ്രാൻഡ്. അമ്മയുടെ പുതിയ ബ്രാൻഡാണ് ത്രെഡ്സ് ആൻഡ് നീഡിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഹാൻഡ് വർക്ക് ചെയ്ത് ലൈക്ക് ബ്യൂട്ടിഫുൾ കുർത്തിയാണ് ചിക്കൻ കറി. എനിക്ക് പേഴ്സണലി ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇത് എസ്പെഷ്യലി ആ ഒരു ക്വാളിറ്റി ഭയങ്കര കിടിലാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, വർക്കൊക്കെ ഭയങ്കര രസമുണ്ട്. ആൻഡ് ഇന്ന് നല്ലൊരു ചൂടുള്ള ദിവസം, പക്ഷേ ദിസ് ഈസ് സോ ബ്രീസി, എയറി, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സുഖമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഈ ചൂടത്ത് നമ്മുടെ ഗൾഫ് ചൂടിൽ നിന്നിട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. നമുക്കിങ്ങനെ പ്രസാദം കിട്ടി, സ്പൂണും പ്രസാദവും. എന്താണ് പ്രസാദം? എന്താണോ എന്തോ, നല്ല തണുപ്പ്, നല്ല ടേസ്റ്റ്. ക്യാരറ്റിന്റെ എന്തോ ആണ്. എന്താ തൃശ? പായസം പോലെ എന്തോ. കൊള്ളാമോ താര? ലഡു നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം, ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. തൃശയ്ക്ക് ലഡു വേണം, ഇവിടെ ലഡു കിട്ടിയില്ല. മാത്രം കുറച്ച് സാഡാണ് ഗൈസ്. തൃശയ്ക്ക് ലഡു വേണമായിരുന്നു, അവര് ലഡു കൊടുത്തില്ലേ, വേറെ പ്രസാദം. താരക്ക് ഇഷ്ടായോ? ഓക്കെ ഗൈസ്, അപ്പം നമ്മളിതാ പുറത്തെത്തി, കോമ്പൗണ്ടിൻ്റെ പുറത്തെത്തി. ഇവിടെ നിന്ന് നമുക്ക് ടെമ്പിൾ നന്നായിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വ്ളോഗ്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. പെട്ടെന്ന് നമുക്ക് ഒരുപാട് തിരക്കുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ തൊള്ളോ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം ക്യൂ വഴി സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലോണം കയറി തൊഴുത് ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഭയങ്കര നല്ലതായിരുന്നു. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. നല്ല ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറാണ്, അകത്തൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഞാൻ നേരത്തെ കുർത്തിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ പേജിൻ്റെ ലിങ്ക്, തിങ്കിങ് ത്രെഡ്സ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. പേജിൻ്റെ ലിങ്ക് ഞാൻ പിടിക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താര വരൂ, നമുക്കൊരു ബൈ പറയാം. വരൂല? ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ടിൽ ദെൻ, പിന്നെ അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.